സംഘപരിവാർ സൈബറിടങ്ങൾ ഇപ്പോൾ സജീവമാണ്. ന്യൂനപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ വിരലുകൾ എഴുതുന്നത് സുപ്രീം കോടതിക്കെതിരെയാണ്. പരമോന്നത നീതിപീഠത്തെ വേശ്യാലയം എന്ന് വിളിക്കാൻ പോലും അധപ്പതിച്ചിരിക്കുകയാണ് BJPയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ. വഖഫിൽ ഒരടി മുന്നോട്ട് വെക്കരുത് എന്ന കേന്ദ്രത്തിന് താക്കീത് നൽകിയതുമായി ബന്ധപ്പെട്ടാണ് സുപ്രീം കോടതിക്കെതിരെ ഈ ഹാഷ്ടാഗുകൾ എത്തുന്നത്. ഒന്നോ രണ്ടോ അല്ല, ആയിരക്കണക്കിന് പോസ്റ്റുകളായിരുന്നു സുപ്രീം കോടതി, അതായത് പരമോന്നത വേശ്യാലയം എന്നർത്ഥം വരുന്ന ഹാഷ്ടാഗുകളിൽ BJP നിയമസഭാ അംഗങ്ങളെയും സർക്കാരിനെയും പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം സോഷ്യൽ മീഡിയ പേജുകളിൽ പ്രത്യക്ഷപ്പെട്ടത്. ബോധമില്ലാതെയോ അറിയാതെയോ ചെയ്തതാണെന്ന് പറഞ്ഞ് സമർത്ഥിക്കാൻ നോക്കിയാൽ നടക്കില്ല. കാരണം ആയിരക്കണക്കിനുണ്ട് ഇത്തരം സുപ്രീം കോടതിയെ വിമർശിക്കുന്ന ഹാഷ്ടാഗുകൾ. BJP എംപിമാരായ നിഷികാന്ത് ദുബെയും ദിനേശ് ശർമ്മയും ഇതിനെ വിമർശിക്കുന്നതിന് മുൻപ് തന്നെ BJPയുടെ നയങ്ങളുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ സുപ്രീം കോടതിക്കെതിരെ അധിക്ഷേപങ്ങളും അധിക്ഷേപപരമായ പരാമർശങ്ങളും നടത്തി ഓൺലൈൻ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. സുപ്രീം കോടതിയെ സുപ്രീം കോടതി എന്ന് പരാമർശിക്കുന്ന ഹാഷ്ടാഗുള്ള ആയിരക്കണക്കിന് പോസ്റ്റുകളാണ് അവർ പ്രസിദ്ധീകരിച്ചത്. മെയ് 5 അടുത്ത വാദം കേൾക്കുന്നത് വരെ ഒരു വഖഫ് സ്വത്തിനെ സ്വഭാവം മാറ്റരുത് എന്ന് ഏപ്രിൽ 18 ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ നേതൃത്വത്തിലുള്ള സുപ്രീം കോടതി ബെഞ്ച് സർക്കാരിനോട് ഉത്തരവിട്ടതിന് തൊട്ടു പിന്നാലെയാണ് സുപ്രീം കോടതിക്കെതിരെ പരമോന്നത വേശ്യാലയം അടച്ചുപൂട്ടുക എന്ന ഹാഷ്ടാഗിൽ എക്സിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. 24 മണിക്കൂറിനുള്ളിൽ 70,000-ത്തിലധികം പോസ്റ്റുകളാണ് ആ ഹാഷ്ടാഗുമായി ബന്ധിപ്പിച്ചതെന്നുള്ളതാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം. മാത്രമല്ല, ഡാറ്റ അനുസരിച്ച് എക്സിന്റെ ട്രെൻഡിംഗ് വിഷയങ്ങളുടെ പട്ടികയിൽ ഈ ഹാഷ്ടാഗ് 8 മണിക്കൂർ തുടർന്നു എന്നുള്ളതാണ്. ഏപ്രിൽ 18 ഏപ്രിൽ 21 ഇടയിൽ എക്സിൽ ഏകദേശം 1.4 ലക്ഷം പോസ്റ്റുകളിൽ ഈ ഹാഷ്ടാഗുകൾ പ്രത്യക്ഷപ്പെട്ടു. ഏപ്രിൽ 19 രാവിലെ ആരംഭിച്ച ക്യാമ്പയിൻ അന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെ 11,000-ത്തിലധികം പോസ്റ്റുകൾ കണ്ടു. എക്സിൽ ആക്രമണാത്മക ഹാഷ്ടാഗിനൊപ്പം നിരവധി AI സൃഷ്ടിച്ച കുറ്റകരമായ ചിത്രങ്ങൾ കൂടി പോസ്റ്റ് ചെയ്തു. ആദ്യ ചിത്രം @ArtCrafter2 എന്ന ഉപഭോക്താവ് പോസ്റ്റ് ചെയ്തപ്പോൾ രണ്ടാമത്തെ ചിത്രം @Nagendra24 എന്ന അക്കൗണ്ട് ഉടമയാണ് പങ്കിട്ടത്. അനുകൂല വിധിന്യായങ്ങൾക്ക് വേണ്ടി സുപ്രീം കോടതി ജഡ്ജിമാർ പണം വാങ്ങാൻ തയ്യാറാണെന്നും കോടതിയുടെ ഐഡന്റിറ്റിയെ ഇസ്ലാമുമായും പാകിസ്ഥാനുമായി ബന്ധിപ്പിക്കുമെന്നും സൂചന നൽകുന്ന AI സൃഷ്ടിച്ച ചിത്രങ്ങൾ പ്രചാരണത്തിൽ ഉപയോഗിച്ചു. ഇതെല്ലാം കോടതി അലക്ഷ്യത്തിൽപ്പെടുത്തി ശിക്ഷിക്കേണ്ട കുറ്റകൃത്യങ്ങൾ തന്നെയാണ്. ഇത്രയും വലിയ സൈബർ കലാപമുണ്ടാക്കാൻ അവർ നോക്കിയെങ്കിൽ ഈ രാജ്യത്തെ അവർ ഏതവസ്ഥയിലേക്ക് എത്തിക്കുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. അതായത് വഖഫ് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന BJPയുടെ ഇച്ഛയെ തടഞ്ഞ സുപ്രീം കോടതിക്കെതിരെയും ഒരു കലാപമുണ്ടാക്കിയെടുക്കാൻ മാത്രം ആളുകളെ ഈ രാജ്യത്ത് അവർ തയ്യാറാക്കി കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. BJP സ്വാർത്ഥത കൊണ്ടില്ലാതാക്കിയത് ഈ രാജ്യത്തെ പരമോന്നത നീതിപീഠത്തോടുള്ള ജനങ്ങളുടെ വിശ്വാസം തന്നെയാണ്.